ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെറ്റ്സ് എന്താണെന്നും അതിന് കുറച്ച് എക്സാമ്പിൾസുമാണ് കണ്ടത്. സെറ്റ്സിന്റെ മലയാളം എന്തായിരുന്നു? ഗണങ്ങൾ എന്നായിരുന്നു നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് കുറച്ച് നമ്മളിപ്പോഴും യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെ എങ്ങനെയാണ് മലയാളത്തിൽ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. മലയാളത്തിൽ എന്താണ് പറയുക എന്ന് നോക്കാം. അപ്പോൾ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സാണ്. അതിന് നമ്മൾ മലയാളത്തിൽ പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ ഗണങ്ങളാണ്. അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന് നമ്മൾ പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്നാണ്. റിയൽ നമ്പേഴ്സ് നമ്മൾ രേഖീയ സംഖ്യകൾ എന്നാണ് പറയുക. ഓക്കെ, ഇസഡ് എന്ന് പറയുന്ന ഇൻഡിജേഴ്സ്, അതായത് പൂർണ്ണസംഖ്യകളുടെ ഗണം. ഓക്കെ, അപ്പോൾ n നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതിന് മലയാളത്തിൽ എണ്ണസംഖ്യകൾ എന്ന് പറയുന്നു. 6 റിയൽ നമ്പേഴ്സ്, അതിന് നമ്മൾ രേഖീയ സംഖ്യകൾ എന്ന് പറയുന്നു. ഇസഡ് പൂർണ്ണസംഖ്യകളാണ്, അതിന് ഇൻഡിജേഴ്സ്. ഓക്കെ, അതിനാണ് പൂർണ്ണസംഖ്യകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ റാഷണൽസിനെ പറയുന്ന പേരാണ് ഭിന്നകങ്ങൾ. ഓക്കെ, റാഷണൽ നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ഭിന്നകങ്ങൾ. നമ്മൾ ഇസഡ് പ്ലസ് ക്യൂ പ്ലസ് ആർ പ്ലസ് ഒക്കെ ഉണ്ട്. അത് പോസിറ്റീവ് നമ്പേഴ്സ്. പോസിറ്റീവ് നമ്പേഴ്സിനെ പൊതുവായി പറയുന്നത് അതിസംഖ്യകൾ എന്നാണ്. അപ്പോൾ ഇസഡ് പ്ലസിനെ എന്ത് പറയും? പൂർണ്ണ അതിസംഖ്യകൾ. ക്യൂ പ്ലസിന് എന്ത് പറയും? ഭിന്നക അതിസംഖ്യകൾ. ആർ പ്ലസിന് എന്ത് പറയും? രേഖീയ അതിസംഖ്യകൾ. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് നമ്പേഴ്സ് എന്നുള്ളതിന് അതിസംഖ്യകൾ എന്നുള്ള ടേം മാത്രം ഓർത്തിരുന്നാൽ മതി. ഇനി ഡബ്ല്യു ഉണ്ട്, നമ്മൾ ആദ്യം പഠിക്കുന്ന നമ്പേഴ്സ്. അതെന്താണ്? ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്, അതിനെയാണ് അഖണ്ഡ സംഖ്യകൾ എന്ന് പറയും. അഖണ്ഡ സംഖ്യകൾ. ഇനി അതുപോലെ തന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട്, ഇറാഷണൽസ്. ഇറാഷണൽസിനെ അഭിന്നകങ്ങൾ എന്ന് പറയും. പ്രൈം നമ്പേഴ്സിനെ അഭാജ്യ സംഖ്യകൾ എന്നും പറയും. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട നമ്പർ സിസ്റ്റംസ്. ഇനി നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റാണ് പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ സെറ്റ്സ് ആണ് കണ്ടത്. ഇനി അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതികളുണ്ട്, റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. ഓക്കെ, രണ്ട് രീതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സെറ്റ് ബിൽഡർ ഫോമും ടാബുലർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിന് മലയാളത്തിൽ പറയുന്ന പേരാണ് നിബന്ധന രീതി. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം, നിബന്ധന രീതി. അത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് എന്താണോ അതിന്റെ പ്രോപ്പർട്ടി അത് നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനാണ് നിബന്ധന രീതി എന്ന് പറയുന്നത്. എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗം. ഓക്കെ, അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ വർഗം എന്ന് നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്തും ആയിക്കോട്ടെ, ആ സെറ്റിനെ നമ്മൾ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള റെപ്രസെന്റേഷനെ പറയുന്ന പേരാണ് സെറ്റ് ബിൽഡർ ഫോം. അതിന്റെ മലയാളമാണ് നിബന്ധന രീതി എന്ന് പറയും. ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അടുത്തത് ബി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ ബിറ്റ്വീൻ -1/2 ആൻഡ് 9/2. ഓക്കെ, -1/2നും 9/2നും ഇടയിലുള്ള ഒരു പൂർണ്ണസംഖ്യയാണ് എക്സ്. അപ്പൊ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയാ? സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ നിബന്ധന രീതി എന്ന് പറയാം. ഇനി മറ്റൊരെണ്ണം ഉണ്ട്, ഏതാണത്? നമ്മൾ എല്ലാ നമ്പേഴ്സിനെ എടുത്തെടുത്ത് ലിസ്റ്റ് ചെയ്ത് എഴുതുന്നു. ഓരോ നമ്പേഴ്സിനെയും അതിനകത്ത് മെമ്പേഴ്സിനെയും സ്പെസിഫൈ ചെയ്ത് എഴുതുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? റോസ്റ്റർ ഫോം അല്ലെങ്കിൽ പട്ടികാ രീതി എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, പട്ടികാ രീതി, അതായത് ഓരോ എലമെന്റിനെയും എടുത്തെടുത്ത് എഴുതുന്നു. അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം? ഈ ഒരു സെറ്റിൽ തന്നെ എക്സ് ഒരു എണ്ണൽ സംഖ്യയുടെ വർഗം എന്നല്ലേ? വർഗം മീൻസ് വർഗം എന്താണ്? സ്ക്വയർ ആണ് കേട്ടോ. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ്, പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സും. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് പറഞ്ഞിരുന്നു നമ്പേഴ്സിന്റെ കാര്യമൊക്കെ. അപ്പോൾ എണ്ണൽ സംഖ്യയുടെ വർഗം, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. അപ്പോൾ 1ന്റെ സ്ക്വയർ എന്ത് വരും? 1 വരും. 2 സ്ക്വയർ എടുക്കുമ്പോൾ 4 വരും. 3 സ്ക്വയർ 9, 25 എക്സെട്ര. അപ്പോൾ ഈ ഒരു സെറ്റിനെ തന്നെ പട്ടികാ രീതിയിൽ എഴുതിയാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി രണ്ടാമത്തെ എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ ബിറ്റ്വീൻ -1/2 ആൻഡ് 9/2. പൂർണ്ണസംഖ്യ മീൻസ് ഇൻഡിജേഴ്സ്, അതായത് -1/2നും 9/2നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻഡിജേഴ്സ് ഏതൊക്കെ വരും? -1/2 കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഇൻഡിജേഴ്സ് 0 ആണ് വരുന്നത്. 9/2 എന്ന് പറയുമ്പോൾ 4 വരത്തില്ല, 4.5 വരും. അപ്പോൾ 4 വരെയുള്ള ഇൻഡിജേഴ്സ് അതിനകത്ത് വരും. ഓക്കെ, ഇതാണ് റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. രണ്ട് രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുവാണെങ്കിൽ അത് നിബന്ധന രീതി. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് നിബന്ധനയായിട്ട് പറയുന്നു, അത് നിബന്ധന രീതി. ഇനി ഓരോ എലമെന്റ്സിനെ സ്പെസിഫൈ ചെയ്ത് എടുത്തെടുത്ത് എഴുതുവാണെങ്കിൽ അതിനെ പട്ടിക രീതി എന്നും പറയാം. ഓക്കെ, ഇതാണ് രണ്ട് തരം റെപ്രസെന്റേഷൻ.